ആളുകളായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ കുട്ടികളുടെ കലാവാസനകൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടും ഈ ക്ലബിൻ്റെ പേരിൽ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മാനങ്ങളുമായി തിരിച്ചു പോകാൻ കഴിയും. ഇന്നത്തെ ഈ കളർ ഫെസ്റ്റിൻ്റെ അവാർഡ് ദാന ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബാലമുരളി സാർ ഇവിടെ നമുക്ക് നൽകിയത്. നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സമീപനങ്ങൾ നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകൾ എൻ്റെ വീക്ഷണത്തിൽ എനിക്ക് തോന്നാറുണ്ട്. എന്താണ് കല എന്ന് ഓരോ അച്ഛനും അമ്മയും കുട്ടിയോട് ചോദിച്ചാൽ മതി. കല എന്താണ്, എന്തിനാണ് കല? നമ്മളിപ്പോൾ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ടല്ലോ ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കുട്ടികളെ ഡാൻസിനും മറ്റ്. ഒരുപാട് സാധ്യതകൾ ഒരുക്കിക്കൊണ്ടാണ് കേരള സർക്കാർ പരിമിതമായ സാമ്പത്തിക അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു. 3000-ഓളം കുട്ടികളാണ് ഈ ചിത്രവര മത്സരത്തിൽ പങ്കെടുത്തത്. 250-260 കുട്ടികൾക്ക് പ്രൈസ് തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഇതൊരു നല്ല രക്ഷിതാക്കളും അധ്യാപകരും നമുക്ക് ഏവർക്കും പരിചിതനായ നമ്മുടെയൊക്കെ നാട്ടിലെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തിനും ഏതിനും കളർ ഫെസ്റ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിന് സ്ഥലം സിസ്റ്റർ ഞങ്ങളുടെ പ്രിയങ്കരനായ ആരാധനായ പ്രസിഡന്റ് ചെയ്യട്ടെ. അതുപോലെ ഇതിൻ്റെ ജഡ്ജായിരുന്ന ശ്രീ ജെയ്സൺ ഗുരുവായൂർ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമ്മാനദാന മേള. ഒരിക്കലും കൊറോണ കാലത്തെ 2 വർഷത്തെ ബ്രേക്ക് ഒഴിച്ചാൽ ബാക്കി എല്ലാ വർഷങ്ങൾക്കും മുകളിലായി അതിഗംഭീരമായി ഈ പ്രാവശ്യം 3330 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അപ്പം അത്തരമൊരു മേള സംഘടിപ്പിക്കാൻ ശേഷിയുള്ള എടുക്കാത്ത ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിൽ മെട്രോലിങ്സ് പ്രതിജ്ഞാബദ്ധ. കഴിഞ്ഞ 5-6 വർഷങ്ങളായി തീർത്തും സൗജന്യമായി എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ഒരു ചിത്രകാരനാണ് ഗായത്രി മാഷ്. ഗുരുവായൂരിലെ സാഹിത്യ